ഞാൻ ഉംറയ്ക്ക് കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ ഈ ഗ്രൂപ്പ് എന്തുകൊണ്ടും അൽഹംദുലില്ലാ വലിയ ഭാഗ്യമുള്ള ഗ്രൂപ്പാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പ്രായമുള്ള ആരുമില്ല എന്നുള്ളതാണ്. നടക്കാൻ പോലും കഴിയാത്ത, സത്യം പറഞ്ഞാൽ ഞങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട്. നടക്കാൻ കഴിയാത്ത വലിയ പ്രയാസമുള്ളവരൊക്കെ ആയി വന്നവർക്ക് വേണ്ടി ഒരുപാട് സമയമൊക്കെ ചെലവഴിക്കുക. അത് വെച്ച് നോക്കുമ്പോൾ അൽഹംദുലില്ലാ ഒന്നുമില്ല. നമ്മുടെ ബാംഗ്ലൂരുകാരനായ ആ അമ്മയ്ക്ക് ഇന്ന് ഇത്തിരി വെയിലും ഉണ്ടപ്പോൾ കുഴപ്പമൊന്നുമില്ല, അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അമ്മയ്ക്ക് ഇത്തിരി വെയിലും ഉണ്ടപ്പോൾ ഉള്ള കുഴപ്പം അത്രേ ഉള്ളൂ. അത് മക്കളെ ഇത്തിരി വെയിലൊക്കെ കൊള്ളിപ്പിക്കണ്ടേ, എന്തോ ഇങ്ങനെ പിന്നെ അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാ. സുമയായിട്ട് ഞാൻ ചോദിച്ചു, ഉമ്മാണ് സുമയ പറയുന്നത്, സുമയ അമ്മയെ പിടിച്ചോണ്ട് കിടക്കുക. സുമയന്റെ അമ്മായിയമ്മയെ പിടിച്ചോണ്ട് കിടക്കാണ്. അപ്പൊ എന്റെ പെങ്ങളുടെ അൽഹംദുലില്ലാ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാണ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ നമ്മളൊക്കെ റാഹത്തുള്ളവരാ. ഈ പ്രായമുള്ളവരുടെ ടെൻഷൻ എന്താണെന്നറിയോ? പടച്ചോനെ എനിക്ക് എന്തെങ്കിലും പറ്റുമോ, എനിക്ക് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയുള്ള ബേജാറാ. പക്ഷെ നിങ്ങൾക്കൊന്നും പറ്റൂലടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് തന്നെ കാണാമല്ലോ. ദാവൂദ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, പടച്ചവനെ പരിശുദ്ധമായ കഅബാലയത്തിൽ പോകുന്ന ഒരു മനുഷ്യൻ എന്താ പ്രതിഫലം? അപ്പൊ ഇങ്ങനെ 3 പ്രതിഫലം എണ്ണി പറഞ്ഞപ്പോ അവിടെ പറഞ്ഞൊരു പ്രതിഫലം, അവിടെ പോകുന്നവർക്ക് അള്ളാഹു ആരോഗ്യം കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പരിശുദ്ധ ഹറമയിൽ വരുന്നവർക്ക് ആരോഗ്യം ആര് കൊടുക്കും? അള്ളാഹു കൊടുക്കുന്ന. അപ്പൊ ഈ പ്രായമുള്ളവര് നല്ല ഉഷാറായിട്ട് നടക്കും. ഈ ചെറുപ്പക്കാരൊക്കെ തൗബാനാവും. സത്യവാ. പ്രായമുള്ളവരെ നിങ്ങൾ നോക്കിക്കോ, അവരുടെ ആ പ്രായത്തിന്റെ ചില ബുദ്ധിമുട്ടുകളല്ല, അവർക്ക് വേറെ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ചെറുപ്പക്കാരൊക്കെ എന്താവും? സൈഡാവും. അത് നമ്മുടെ അനുഭവമാണ്. പിന്നെ ചിലര് ശ്രദ്ധയില്ല, ചില തള്ളമാര് എനിക്ക് പോകണം എന്നൊക്കെ ചാടി. അതല്ലാതെ നിങ്ങൾ വെച്ച് നോക്കുമ്പോ നിങ്ങൾ അൽഹംദുലില്ലാ വലിയ റാഹത്ത. അള്ളാഹു എല്ലാവർക്കും ആഫിയത്തും ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. അപ്പൊ അൽഹംദുലില്ലാ വന്നിട്ട് എത്ര ദിവസമായി? അടുത്ത ഇന്ന് ഏതാ ദിവസം? അടുത്ത തിങ്കളാഴ്ച ഈ സമയത്ത് നിങ്ങളിൽ പലരും നിങ്ങളുടെ വീട്ടില. ആ ഓർമ്മയുണ്ടോ? ഇരിക്കുന്ന നിങ്ങളിൽ പലരും അടുത്ത തിങ്കളാഴ്ച ഈ ദിവസം എവിടാ? സ്വന്തം വീട്ടില. ഞായറാഴ്ചയോടുകൂടി നിങ്ങൾ ഇവിടുന്ന് പോവും. അപ്പൊ അതുകൊണ്ട് സമയം ഇനി കണ്ണടച്ച് തുറക്കുന്ന നാളെ ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, തീർന്നു. കണ്ണടച്ച് തീരുന്നതിന് മുമ്പ് നാളെ സിയാറത്തും കഴിഞ്ഞു, ഉംറ കഴിഞ്ഞു, നാളെ ദിവസം കഴിഞ്ഞു. മറ്റന്നാൾ തായിഫ് പോയാൽ അതും കഴിഞ്ഞു. കണ്ണടച്ച് തീരുന്നതിന് പിന്നെ വ്യാഴവും വെള്ളിയും ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ഇവിടെ വന്നിട്ട് കഅബാലയത്തിന്റെ അകത്ത് കയറി നിസ്കരിച്ചോ? കഅബയുടെ അകത്ത് കയറി നിസ്കരിച്ചോ? നിസ്കരിച്ചില്ല. അള്ളാഹുവിന്റെ കഅബയ്ക്കകത്ത് കയറി നിസ്കരിക്കാൻ, ഹിജർ ഇസ്മായിലിനകത്ത് കയറി നിസ്കരിക്കാൻ ആയിഷ ബീവി റളിയല്ലാഹു തആല നബിതങ്ങളോട് ചോദിച്ചു, നബിയെ നിങ്ങൾ എപ്പോഴും കഅബയുടെ അകത്ത് കയറി നിസ്കരിക്കുന്ന എനിക്ക് പറ്റൂലല്ലോ. അപ്പോഴാ പറഞ്ഞ ഹിജർ ഇസ്മായിൽ ആ 4 ലൈറ്റ് കണ്ടോ? 2 പച്ച ലൈറ്റ് വെച്ചിരിക്കുന്ന കണ്ടോ? നമ്മളിങ്ങനെ തവാഫ് ചെയ്യുമ്പോ കഅബയുടെ സൈഡിൽ ആരും കയറി നിൽക്കാത്ത ആ സ്വർണ്ണപ്പാത്തി മുകളിൽ അതിനകത്ത് കയറി നിസ്കരിക്കുന്നത്, കഅബയുടെ അകത്ത് കയറി നിസ്കരിച്ച പുണ്യമാണ് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ അൽഹംദുലില്ലാ ഞാനിപ്പോ നോക്കുമ്പോ, ഞാൻ ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് ഹറമയിൽ പോകുമ്പോ പെണ്ണുങ്ങളൊക്കെ ക്യൂ നിൽക്കുക. എന്തിന്? പെണ്ണുങ്ങളൊക്കെ എവിടെ നിൽക്കുക? ക്യൂ നിൽക്കുക. എവിടെ കയറി നിസ്കരിക്കാൻ? ഹിജർ ഇസ്മായിലിനെ നിസ്കരിക്കാൻ. നമ്മൾ എവിടെ ക്യൂ നിൽക്കുക? അതുകൊണ്ട് ഇവിടെ കാന മേടിക്കാൻ. എടോ ആ സമയം നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഞാൻ ഹിജർ ഇസ്മായിലിന്റെ അടുത്ത് ഉസ്താദിനെ വിളിച്ചോ. അപ്പൊ ഞാൻ ചിന്തിച്ചു, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരെണ്ണം അവിടെ ഇല്ല, ഒരു മലയാളി പോലും അവിടെ ഇല്ല, ഒറ്റ മലയാളി ഇല്ല, മൊത്തം മറ്റുള്ള രാജ്യക്കാര്. എന്തിനാ നിക്കണേ? ഹിജർ ഇസ്മായിലിനകത്ത് പെണ്ണുങ്ങളെ മാത്രം ക്യൂ നിർത്തിയിട്ട് അവര് കയറ്റി നിസ്കരിക്കാൻ. 9 മണി വരെ അതിനകത്ത് കയറ്റി നിസ്കരിക്കുക. 9 മണി മുതൽ പുലർച്ചെ 2 മണി വരെ പെണ്ണുങ്ങൾക്ക് കയറി നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ അനുവാദം കൊടുത്തോണ്ടിരിക്കുക. നമ്മൾ എന്ത് ചെയ്യാ? കാനായി പഠിച്ചിട്ട് ഇര പിഴുങ്ങിയത് വരെ കിടക്കുക. നമ്മൾ എവിടെ വന്നെയാ? മക്കത്ത് വന്ന് ഉംറയ്ക്ക് വന്നിട്ട് നമുക്ക് നിസ്കരിക്കാൻ, ഹിജർ ഇസ്മായിലിനകത്ത് കയറി നിസ്കരിക്കാൻ അള്ളാഹുവെ ഗവൺമെന്റ് അവസരം തന്ന് അവിടെ എല്ലാരും കയറി നിസ്കരിക്കുമ്പോ നമ്മളിവിടെ കാന അടിച്ചിട്ട് ഉറങ്ങുക. ഞാൻ നോക്കി ഇങ്ങനെ വിളച്ചനെ നമ്മുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ഉണ്ടോന്ന്. ആരുമില്ല. ഹജറുൽ അസ്വദ് തൊട്ടു നോക്കിയോ?
കഅബയുടെ കില്ലയിലെങ്ങാണോ ഒന്ന് തൊട്ടോ? അൽഹംദുലില്ലാ. എന്നാ ഇടി ഇപ്പൊ പെണ്ണുങ്ങളൊക്കെ എന്താ ഇടി ഇരിക്കുന്നത്? അൽഹംദുലില്ലാ. ഞാൻ ഹജർ ഇപ്പൊ ചുമ്മാ പോയപ്പോ ഒന്ന് മുത്തണോന്ന് തോന്നി. ഹജർ മുത്തിയിട്ട് ഇറങ്ങുമ്പോ ഒരു താത്ത വിളിക്കുന്നുണ്ട്, സിറാജ് ഉസ്താദെ എന്നെ കൂടെ മുത്തിക്കാൻ. ഞാനിങ്ങനെ മുത്തിക്കാൻ എന്നെ താത്ത പറഞ്ഞില്ല, സിറാജ് ഉസ്താദേന്ന്. ഞാൻ ആലോചിക്കാം, ഞാൻ അതിനകത്തൊന്ന് ശ്വാസം വിട്ടി ഇറങ്ങാൻ നിൽക്കുക. അപ്പോഴാ വിളിച്ചേനെ. ഓരോ പെണ്ണുങ്ങളൊക്കെ മുത്തുന്നുണ്ടോ. ഒരു ഉമ്മ തന്റെ മകനുമായിട്ട് വന്നിട്ട് മുത്ത്. അവിടെ ആരുണ്ട്, അമീതുണ്ട്. അള്ളാഹു ഇവിടെ വരെ എത്തിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഉറപ്പായിട്ട് എന്റെ ഉമ്മാനെ മുത്തിക്കും. ഒരു മോൻ പറയാ, യുപിക്കാരനാ, തന്റെ പ്രായം ചെന്ന ഉമ്മാനം കൊണ്ടുപോയി ഹജറുൽ അസ്വദ് മുത്തിക്കുന്നു. അള്ളാഹുവെ നമ്മുടെ അവസാനിച്ചേക്ക്, നമുക്ക് വലിയ മടി. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പോകുന്നതിന് മുമ്പ് ഹജറുൽ അസ്വദ് ഒന്ന് തൊടാൻ, ഇല്ലെങ്കിൽ ആ കഅബയുടെ കില്ലയിൽ ഒന്ന് തൊടാൻ നമ്മൾ അള്ളാഹിന്റെ നിബിധങ്ങൾ തന്റെ നെഞ്ച് ചേർത്ത് വെച്ച് ദുആ ചെയ്ത സ്ഥലമല്ലേ. ആ കഅബാലയത്തിന്റെ വാതിലിന്റെ ഭാഗത്ത് ആ കഅബയുടെ കില്ലയിൽ എവിടെയെങ്കിലും ഒന്ന് പിടിച്ച് ദുആ ചെയ്യണ്ടേ. ഇങ്ങനെ കറങ്ങി വരുമ്പോ അപ്പുറത്ത് റുക്നുൽ യമാൻ, അവിടെ ഇങ്ങനെ മുത്താൻ വേണ്ടി ആൾക്കാർ കൂടും. അവിടെയെങ്കിലും ഒന്ന് മുത്തണ്ടേ സഹോദരങ്ങളെ. ഇവിടെ ഇങ്ങനെ ഇവിടെ വന്നിരുന്നിട്ട് എന്തിട്ടാണ്? നമുക്ക് രോഗവും പ്രയാസവും ബുദ്ധിമുട്ടോ അതിങ്ങനെ വരുവടോ. രോഗവും പ്രയാസവും നമ്മുടെ കൂട്ടത്തിൽ വന്ന് ഈ റൂമിൽ താമസിക്കുന്ന ഒരു ഉമ്മയും ബാപ്പയും രണ്ടുപേരും ഡയാലിസ് ചെയ്യുന്നവരാ. ഭാര്യയും ഭർത്താവും ഡയാലിസ് ചെയ്യുന്നവർ ഇതുണ്ട്. ഇന്നലെ എന്റെ അടുത്ത് ദുആ ചെയ്യാൻ പറഞ്ഞു. ആ ഉപ്പാനെ ഉമ്മാനെ വെച്ച് നോക്കുമ്പോ നമുക്കൊക്കെ എന്ത് രോഗമല്ലേ, നമുക്ക് എന്ത് പ്രയാസമല്ലേ. നമുക്ക് നാട്ടിൽ അടുക്കള തൂത്തതും ചോറ് വെച്ചതും തുണി കഴുകിയതും അല്ലാതെ വേറെ എന്തെങ്കിലും രോഗമുണ്ടോ? ഉണ്ടോ? ഒരു രോഗമില്ല. അപ്പൊ അവര് പോലും നമ്മൾ നോക്കിക്കേ, എത്രയോ പേര് പ്രായം ചെന്ന ഉപ്പമാരാ കഅബയിലൂടെ നടക്കുന്നില്ലേ, ഉമ്മമാര് നടക്കുന്ന. അവരുടെയൊക്കെ പ്രായം വെച്ച് നോക്കും. നമുക്ക് എന്ത് അസുഖമല്ലേ? നമ്മുടെ മനസ്സിന് അസുഖം, നമ്മുടെ മനസ്സുകൾക്ക് അസുഖം. ശരീരത്തിന് രോഗമൊന്നുമില്ല. അവരുടെ ശരീരത്തിന് രോഗമുണ്ട്, അവരുടെ മനസ്സിന് രോഗമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആണുങ്ങളോടും പെണ്ണുങ്ങളോടും പറയുന്നത്, നമ്മൾ പറയുന്ന സമയം, ഈ പറയുന്ന സമയം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. രാവിലെ 8 മണി മുതൽ 11 മണി വരെ പുരുഷന്മാര്, രാവിലെ 8 മണി മുതൽ 11 മണി വരെ. അവിടെ അമീറിന്റെ കാര്യമൊന്നുമില്ല. നിങ്ങൾ അവിടെ പോയാൽ ആ ഹിജ്ർ ഇസ്മായിലിന്റെ ഭാഗത്ത് ക്യൂ നിൽക്കുന്നുണ്ടാകും. നിങ്ങൾ എപ്പോഴെങ്കിലും കയറും. വേറെ ആർക്കും അവിടെ ഒന്നും അമീറിന്റെ ആവശ്യമൊന്നുമില്ല. രാവിലെ 8 മണി മുതൽ 11 മണി വരെ അവിടെ പോയി ക്യൂ നിന്നാൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അതിനകത്ത് കയറി നിസ്കരിക്കാൻ അവസരം കിട്ടും. അതുകൊണ്ട് എല്ലാ ആണുങ്ങളും ഇൻഷാ അല്ലാഹ് രാവിലെ 8 മണി മുതൽ 11 മണി വരെ സമയമുണ്ട്. ഇൻഷാ അല്ലാഹ് പോയി നിസ്കരിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. കാരണം അതിനകത്ത് നിസ്കരിച്ച, കഅബയുടെ അകത്ത് നിസ്കരിച്ച കൂലി ആ സ്വർണ്ണ പാത്തിയുടെ താഴെ നിന്ന് ദുആ ചെയ്താൽ നിന്റെ ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. സഹോദരിമാര്, എന്റെ പ്രിയപ്പെട്ടവരെ, രാത്രി 9 മണി മുതൽ രാത്രി 9 മണി മുതൽ പുലർച്ചെ 2 മണി വരെ. 9 മണി മുതൽ എത്ര മണി വരെ? 9 മണിക്കാണ് നിസ്കരിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ ക്യൂ നിൽക്കുന്നത് 7:30 മുതലാ. 7 ഇശാ നിസ്കാരം കഴിഞ്ഞത് മുതല് അവിടെ ക്യൂ നിൽക്കുക. എന്തിന്? 9 മണിക്കുമ്പോ തുടങ്ങാൻ. അപ്പൊ 9 മണിക്കെന്ന് പറഞ്ഞിട്ട് ഇവിടെ 10 മണിക്ക് പോയിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാ? ഇൻഷാ അല്ലാഹ് ഇനി ഇതും പറഞ്ഞുകൊണ്ട്, ഉസ്താദ് പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് രാത്രി അവിടെ പോയി ഉറക്കമൊഴിയാൻ ഞാൻ പറഞ്ഞില്ല. നിങ്ങളുടെ സമയവും സാഹചര്യവും നോക്കി അവനവന്റെ ആരോഗ്യപരമായി നോക്കിയിട്ട് രാവിലെ 8 മണി മുതൽ 11 മണി വരെ ആണുങ്ങൾക്കും, 2 മണി മുതൽ രാത്രി 9 മണി മുതൽ 2 മണി വരെ സമയമുണ്ട്. ആ സമയത്തിന്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും നിങ്ങൾ പോകുക. പെണ്ണുങ്ങൾ മാത്രം, ആണുങ്ങൾ മാത്രം ക്യൂ നിന്ന് അതിനകത്ത് കയറി ഒരു വട്ടമെങ്കിലും ഒന്ന് നിസ്കരിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇന്ന് രാത്രി ഉസ്താദ് പറഞ്ഞാന്ന് പറഞ്ഞ ഒറ്റ ഒരെണ്ണം പോയേക്കരുത് ഇന്ന് രാത്രി. കാരണം എന്ന് പറഞ്ഞാൽ നാളെ ഉംറയുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ആരും പോകണ്ട. ഇൻഷാ അല്ലാഹ് നാളെ പോയാൽ മതി. അൽഹംദുലില്ലാ, നാളെ നമുക്ക് സമയമുണ്ട്. നാളെ ഉംറ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വല്ല പരിപാടി ഉണ്ടോ? ഇല്ല. ആണുങ്ങൾക്ക് പറ്റുമ്പോൾ നാളെ ആണുങ്ങൾക്ക് പറ്റില്ല. പറ്റുമെങ്കിൽ പറ്റും. കാരണം 2 മണി വരെ ഉണ്ട്, സമയമുണ്ട്. അപ്പൊ നമ്മള് ഉംറ കഴിഞ്ഞിട്ട് നിന്നാ മതി. ആണുങ്ങൾ ഉംറ കഴിഞ്ഞിട്ട് മതാഫി കയറിയാലും നിസ്കരിക്കാൻ പറ്റും. അതുകൊണ്ട് സാഹചര്യങ്ങൾ നോക്കിയിട്ട് എല്ലാവരും പോയി നിസ്കരിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഞങ്ങളെ കൊണ്ട് ചെയ്തു തരാൻ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്തു തരാം. അപ്പൊ ഇൻഷാ അല്ലാഹ് നാളെ നമ്മള് അറഫയിൽ പോകണം. അറഫ പോയി കാണണ്ടേ? മുസ്തലിഫ കാണണ്ടേ? മിന കാണണ്ടേ? ജംറ കാണണ്ടേ? അപ്പൊ അൽഹംദുലില്ലാ ജബലുന്നൂർ കാണണ്ടേ? ഖുർആൻ ഇറങ്ങിയ മല കാണണ്ടേ? അപ്പൊ ഇതെല്ലാം നമ്മൾ നാളെ പോയി കാണണം. ഇൻഷാ അല്ലാഹ് നാളെ രാവിലെ വണ്ടി വരും. ഇന്നലെ ഞാൻ പറഞ്ഞു 7 മണിക്ക് പോകണമെന്ന്.
നമ്മൾ എത്ര മണിക്കാ പോയേ? 7:30. വെയിൽ ഉണ്ടോ? ഉണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ പറയുന്ന കാര്യം നിങ്ങൾ വ്യക്തമായി കേൾക്കണം. ഇന്ന് നമ്മുടെ ട്രാവൽസ് വിളിച്ച വണ്ടിയിലാണ് നമ്മൾ പോയെ. നാളെ വണ്ടി വിടുന്നത് നമ്മളല്ല, കമ്പനിയാണ്. നാളെ രാവിലെ ഇൻഷാ അല്ലാഹ് സുബഹി നമസ്കാരം കഴിഞ്ഞ് എല്ലാവരും ഇൻഷാ അല്ലാഹ് 5:30 മുതൽ ഇവിടെ ഭക്ഷണമുണ്ട്. നാളെ രാവിലെ 5:30 മുതൽ ഭക്ഷണമുണ്ട്. ഇൻഷാ അല്ലാഹ് 6 മണിക്ക് വണ്ടി താഴെ വരും, ഞങ്ങൾ പോകും. ആരെയും നോക്കിയിരിക്കില്ല. ഇന്ന് ഭക്ഷണം ചിലപ്പോൾ താമസിച്ചു, നാളെ അവർ ഉറപ്പായിട്ടും പറഞ്ഞു ഉസ്താദ് 5:30 നിങ്ങൾ വന്നോളൂ, ഫുഡ് വരും. 5:30 മുതൽ 6 മണി വരെ സമയമുണ്ട്. എല്ലാവരും 6 മണിക്ക് ഫുഡ് കഴിച്ച് താഴെ ഇറങ്ങുക. ഇൻഷാ അല്ലാഹ് ഇഹ്റാം കെട്ടി അവരവരുടെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി കയറുക. ഇൻഷാ അല്ലാഹ് നമ്മൾ നേരെ 6 മണിക്ക് താഴെയിൽ നിന്ന് നേരെ പോയി ഒരുപാട് സ്ഥലങ്ങൾ സിയാറത്ത് ചെയ്യാനുണ്ട്. നാളെ ഉച്ചയാവും നമ്മൾ തിരിച്ചു വരാൻ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അൽഹംദുലില്ലാഹ് സിയാറത്ത് കഴിഞ്ഞ് ഒരു 10-10:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ ഹറമിന്റെ താഴെ എത്തിയ ളുഹറിന് മുമ്പ് നമുക്ക് ഉംറ ചെയ്തിറങ്ങാൻ കഴിയും. നാളെ ളുഹറിന് മുമ്പ് നമുക്ക് ഉംറ ചെയ്തിട്ട് ഇറങ്ങാൻ, ളുഹർ നിസ്കരിച്ചിട്ട് ഇറങ്ങാൻ കഴിയും. അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്നതിനനുസരിച്ച് പ്രശ്നമാണ്. ഞങ്ങളെ കുറ്റം പറയരുത്, ഉസ്താദ് ഞങ്ങളെ കൊണ്ടുപോകാതെ പോയെന്ന് പറയരുത്. നമ്മൾ അതുകൊണ്ട് പറയും, എനിക്ക് വേണമെങ്കിൽ 5:45 പറയാം. എന്തിന്? 15 മിനിറ്റ് കൂട്ടി പറയാം. എനിക്ക് ഇഷ്ടമല്ല, ഞാൻ അതുകൊണ്ടാ പറഞ്ഞ സമയം. അതുകൊണ്ട് എല്ലാവരും ഇൻഷാ അല്ലാഹ് 6 മണിക്ക് താഴെ ഉണ്ടാകണം. നാസ്ത കഴിച്ചിട്ട് 6 മണിക്ക് വണ്ടി വരും, നമ്മൾ കയറി പോകും ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്ക് സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. നാളത്തോടു കൂടി ഇൻഷാ അല്ലാഹ് നമ്മുടെ ഉംറ 3 ഉംറയും പൂർത്തിയായി. ഇനി ഒറ്റ കാര്യമേ ഉള്ളൂ, വിടവാങ്ങൽ സിയാറത്ത്. ഇനി അവിടുത്തെ വിടവാങ്ങൽ തവാഫ്, അത് മാത്രമേ ഇനിയുള്ളൂ ഞങ്ങൾക്ക്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതിനുശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉംറ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉസ്താദന്മാരോട് പറഞ്ഞാൽ നിങ്ങൾക്ക് പോകാനുള്ള സൗകര്യം ഒരുക്കി തരും. ആരെങ്കിലും ഒരു ഉസ്താദ് നിങ്ങളുടെ കൂടെ വരും. ആയിഷ പള്ളിയിൽ പോയി ഇഹ്റാം കെട്ടി ഇൻഷാ അല്ലാഹ് വന്ന് ഉംറ ചെയ്യുക, അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് നാളത്തോടുകൂടി ഗ്രൂപ്പിന്റെ ഉംറകളൊക്കെ അവസാനിക്കും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പിന്നെ ഇൻഷാ അല്ലാഹ് ഞാൻ പറയുന്നത്, എല്ലാവരും കൂടെ ഒന്ന് വിചാരിച്ചാൽ നമുക്ക് തായിഫിലൊന്ന് പോകാൻ കഴിയും. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയ ഉമ്മയുടെ കുടുംബമായ ആ തായിഫ് എന്ന് പറയുന്ന നാട്ടിലേക്ക് പോകാം. അൽഹംദുലില്ലാഹ് അവിടെ പോയി സിയാറത്തൊക്കെ ചെയ്ത് അൽഹംദുലില്ലാഹ് അവിടെ നിന്ന് കൂടെ വന്നൊരു ഉംറ ചെയ്താൽ, അവിടുത്തെ ഉംറയ്ക്ക് എന്താ പറയാ, ഖറുൽ മനാസിൽ എന്ന് പറയുന്നൊരു മീക്കാത്തുണ്ട്. അതാണ് നമ്മുടെ യഥാർത്ഥ ഇന്ത്യക്കാരുടെ ഔദ്യോഗികമായിട്ട് നമ്മുടെ മീക്കാത്ത് ഏതാണ്? തായിഫിലെ മീക്കാത്ത്. അപ്പൊ ആ മീക്കാത്തിൽ പോയി കൂടെ ചെയ്താൽ ഇൻഷാ അല്ലാഹ്. പിന്നെ ഹുദൈബിയ എന്ന് പറയുന്ന 1 ആയിഷ പള്ളി, 2 ഹുദൈബിയ, 3 ജീറാന, 4 ഖറുൽ മനാസിൽ. ഈ പറഞ്ഞ സ്ഥലങ്ങളാണ് നമ്മുടെ മീക്കാത്തുകള്. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര്, ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ എല്ലാവരും കൂടെ വിചാരിച്ചാൽ തായിഫിലൊന്ന് പോയിട്ട് വന്ന് ഒരു ഉംറ കൂടെ ചെയ്യാം. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പക്ഷേ എന്റെ വണ്ടിക്കൂലി എന്താന്ന് വെച്ചാൽ നിങ്ങൾ പോകുന്നവരെല്ലാരും കൂടെ കൊടുക്കുക. എനിക്ക് നിർബന്ധമൊന്നുമില്ല, ഇന്നയാള് പോണം, നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ ഷെയ്ർ ഉസ്താദിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കൂടുതൽ കാര്യമൊന്നും പറയരുത്. കാരണം ഇവിടെ വന്നിട്ട് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞ പൈസ മേടിച്ച പിന്നെ അതൊരു പരാതിയാവും. അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾ പോകണമെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളെ കൊണ്ടുപോകാൻ ഞങ്ങൾ തയ്യാറാണ്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളവർ എന്ത് ചെയ്യുക, ഉംറ ചെയ്യാൻ കഴിയാത്തവര് നേരെ ഹറമിൽ പോകുക, തവാഫ് ചെയ്യുക. 7 പ്രാവശ്യം നടക്കണം. 7 പ്രാവശ്യം. സാധാരണ ഒരു പള്ളിയിൽ പോയ 2 റക്അത്ത് നിസ്കരിക്കണോ? മത്താഫി പോയി എന്ത് ചെയ്യണം? നിസ്കാരമില്ല. അവിടെ എന്താണ്? 7 പ്രാവശ്യം നടക്കുക, തവാഫ് ചെയ്യുക. എത്ര തവാഫ് ചെയ്യാൻ പറ്റുമോ. ഉംറയൊന്നും വേണ്ട, നിയ്യത്ത് ചെയ്തിട്ട് എന്ത് ചെയ്യുക, വസ്ത്രമൊന്നും അങ്ങനെ ആക്കണമെന്നൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യുക, തവാഫ് ചെയ്ത് എത്ര തവാഫ് ചെയ്യാൻ കഴിയും അത്രയും തവാഫ് ചെയ്യുക. കഅബാലയം നോക്കിയിരിക്കുക, ഏറ്റവും വലിയ പുണ്യമാണ്. നോക്കിയിരിക്കുന്നത് തന്നെ 5 കാര്യങ്ങൾ നോക്കിയിരുന്നാൽ ഇബാദത്തിന്റെ കൂലി. അതിൽപ്പെട്ട ഒന്നാണ് കഅബാലയത്തിൽ നോക്കിയിരുന്നാൽ ഇബാദത്തിന്റെ കൂലി ഉണ്ടെന്ന് നബിയന റസൂലുള്ളാഹി. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, അവിടെ പോയി ഉള്ള സൗകര്യങ്ങളിൽ എവിടെയെങ്കിലും ഒതുങ്ങിയിരുന്ന് കഅബാലയത്തിൽ ഇങ്ങനെ നോക്കി റബ്ബിനോട് സംസാരിക്കുക. ആ കഅബയുടെ നേരെ മുകളിലാണ് അള്ളാഹുവിന്റെ അർശ്. അള്ളാഹുവിന്റെ അർശ് ഇരിക്കുന്നത് എവിടെയാ? ആ കഅബയുടെ നേരെ മുകളിൽ ആകാശത്തേക്ക് നോക്കിയിട്ട് റബ്ബിനോട് സംസാരിക്കുക, അള്ളാഹുവിനോട് സംസാരിക്കുക. ജീവിതത്തിലെ പ്രയാസം, ബുദ്ധിമുട്ട്, ദുരിതം പലതുണ്ടല്ലോ, അത് അള്ളാഹുവിന്റെ അടുക്കൽ സംസാരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല. ഒന്ന് പോയി സംസാരിച്ചു നോക്കണം, അള്ളാഹിന്റെ അടുക്കൽ പോയി സംസാരിക്കണം. ഓരോ മനുഷ്യന്മാരിങ്ങനെ കഅബാലയത്തിന്റെ മുമ്പിൽ നിന്നിട്ട് കൈ ചൂണ്ടിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. എന്തേ പറയണേ? അവരുടെ പ്രയാസങ്ങൾ, അവരുടെ ബുദ്ധിമുട്ടുകൾ,
അവർ അള്ളാഹുവിനോട് സംസാരിക്കുക. അള്ളാഹുവിന്റെ അർശ് എവിടെ നിൽക്കണം? ആ കഅബയുടെ മുകളിൽ, നേരെ ആകാശത്തേക്ക് നോക്കി